മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ കോമയിൽ കടക്കുന്ന ഈ സാഹചര്യത്തിൽ ശത്രുക്കൾ ആരും താൻ നടക്കാൻ തുടങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അറിവിൻ്റെ പേരിൽ കണ്ണനാണെങ്കിൽ ആ നാടകം വീണ്ടും തുടരുന്നുണ്ട്. എന്തായാലും സീമന്തിനി അമ്മായി ചോദിക്കുന്നു, എന്തിനാണ് മേഘൻ കണ്ണനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയത്? ഞാൻ എന്തായാലും അവനെ കയറി കണ്ടുവെന്നും അവന് ജസ്റ്റ് ഒരു അനക്കം മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്തിനാ അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല. അത് എന്തായാലും അവന് ബോധം തെളിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അവനെ കയറി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ മേഘനെ കാണാനായിട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. മേഘന് ബോധം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യ, പക്ഷേ കണ്ണനെ തന്നെ തുറിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം കണ്ണൻ മേഘനോട് പറയുന്നുണ്ട്, നിനക്കിനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒന്നുമില്ല, നീ ഇനി ജീവനോടെ വരുന്നതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ആപത്ത്. അതുകൊണ്ട് നീ ഇനി ബോധവും കാണാൻ തെളിഞ്ഞ് സത്യങ്ങളും കാണാൻ ആരോടെങ്കിലും തുറന്നു പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവനോടെ നിന്നെ ഞങ്ങൾ ആരും വെറുതെ വിടില്ല. മാർക്കോ നിന്റെ കഥ കഴിച്ചിരിക്കും, അത് ഉറപ്പാ. നീ ഇനി ജീവനോടിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു നിർബന്ധവും ഇല്ല. അഥവാ നീ ജീവനോടെ ഇരുന്നാലും നിന്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. നിന്റെ ആ വിഷം അത് ചീറ്റിക്കൊണ്ടേ ഇരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി എന്നൊക്കെ പറയുമ്പോൾ മേഘനാണെങ്കിൽ കണ്ണനെ തന്നെ നോക്കുന്നുണ്ട്. ഒന്നും പറയാനാകുന്നില്ല. അങ്ങനെ കണ്ണനാണെങ്കിൽ മേഘനോട് സംസാരിച്ചതിന് ശേഷം പുറത്തു വന്ന് സീമന്തിനി അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അമ്മായി വിഷമിക്കേണ്ടെന്നും അവന് വേണ്ട എല്ലാ ചികിത്സാ ചെലവും ഞാൻ തന്നെ നോക്കിക്കോളാം, അമ്മായി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം കണ്ണനാണെങ്കിൽ സന്തോഷത്തോടെ പോകുന്നു. അവൻ എന്തായാലും ഉടനെ ഒന്നും ബോധം തെളിയോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലെന്ന് മനസ്സിലാക്കി ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് പോകുന്നത്. എന്നാൽ മേഘൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയ ഒരു വിഷമത്തിലാണ് ദുർഗയും അതുപോലെ ഉണ്ണിയും കരുണയും സ്വാതിയൊക്കെ. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട്. എന്തിനാണ് കണ്ണനെയും കൂട്ടി ഒറ്റയ്ക്ക് മേഘൻ പോയെന്നുള്ള കാര്യമാണ് അവർക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടാത്തത്. അപ്പോൾ ഉണ്ണി പറയുന്നു, എന്തെങ്കിലും മേഘേട്ടന് കണ്ണേട്ടനോട് തുറന്നു പറയാൻ കാണുമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഇനി കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ഒന്നും അറിയില്ലടാ, അവന് ബോധം വന്നെങ്കിലേ എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റുള്ളൂ ദുർഗയും പറയുന്നു. അതേസമയം മേഘനെ കണ്ടതിന് ശേഷം നമ്മുടെ കണ്ണനാണെങ്കിൽ ലോപ്പസിനെയും കൂട്ടി മാർക്കോയെ കാണാൻ പോകുന്നുണ്ട്. അപ്പം മാർക്കോ പറയുന്നു, സാറ് വിഷമിക്കണ്ട, ഞാനിപ്പോൾ ഓക്കെയാ. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സമാധാനമുണ്ട്. മേഘൻ്റെ ഇരയായി ഞാൻ നിന്ന് കൊടുത്തെങ്കിലും സാറിനൊന്നും ആപത്ത് പറ്റിയില്ലല്ലോ. ഞാൻ ജീവിച്ചിരിക്കെ സാറിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്ന് കേട്ടിരുന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും മാർക്കോ വിഷമിക്കേണ്ട, അവൻ എന്തായാലും ഉടനെ ഒന്നും ബോധം തെളിയാനും സത്യങ്ങളൊന്നും ആരുടെയും വിളിച്ചു പറയാനും പോകുന്നില്ല. ഇനി അവൻ അഥവാ സത്യങ്ങൾ ആരുടെങ്കിലും വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവനോടെ കാണില്ലെന്ന് മാർക്കോയും കണ്ണന് വാക്ക് കൊടുക്കുന്നു. അന്നേരം ലോപ്പസ് പറയുന്നു, അധികം താമസിക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മാർക്കോയ്ക്ക് ഇപ്പം നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ മാർക്കോയ്ക്കും സന്തോഷമാകുന്നു. എന്നാൽ നമ്മുടെ മോഹിനിയമ്മയാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശി വന്ന് ചോദിക്കുന്നു, നീ എവിടെ രാവിലേക്ക് ഒരുങ്ങിക്കെട്ടി? ഞാൻ എൻ്റെ മോളെ കാണാൻ പോവുക, അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് അമ്മയായ ഞാൻ അവളെ കാണണ്ടേ എന്ന് പറയുമ്പം, നീ ഇവിടുന്ന് അവളെ കാണാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ആ വഴി പിഴച്ച് നടക്കുന്ന അവൾ നിൻ്റെ മകളാന്ന് പറയാൻ നിനക്ക് നാണമില്ലേടി? അപ്പം നീയും കൂടെ അറിഞ്ഞുകൊണ്ട് അവൾ ആ പാവം വീൽ ചെയറിലിരിക്കുന്ന കണ്ണനെ ചതിച്ചതല്ലേ? അപ്പം സ്വത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ടുപേരും കൂടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് എന്നൊക്കെ ചോദിച്ച് അപമാനിക്കുന്ന സമയത്ത് നിങ്ങളോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മകളെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനൊരുങ്ങുന്ന സമയത്ത്, ആഹാ നീ അങ്ങനെ ഇവിടുന്ന് പോകുന്ന കാണണം എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വരുന്ന പ്രതാപൻ കാര്യം തിരക്കുമ്പോൾ ഇവക്കുള്ള മോളെ കാണാൻ പോകണമെന്ന്, ഈ വീട്ടിൽ എന്തായാലും ഇവളെ വിടാൻ പാടില്ല പ്രതാപ എന്ന് പറഞ്ഞ് പ്രതാപനും കൂടി മോഹിനിയമ്മയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു പ്രതാപനും മുത്തശ്ശിയും കൂടെ മോഹിനിയമ്മയെ. ആകെ സങ്കടത്തിൽ മോഹിനിയമ്മ വിഷമിച്ച് നിൽക്കുന്ന അതേ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട് മോഹിനിയമ്മയെ കാണാനായിട്ട്. അപ്പോൾ അമ്മ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് മഹിയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം മഹിയെ കണ്ടതും മോഹിനിയമ്മയാണെങ്കിൽ ഓടി ചെന്ന് മഹിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. അപ്പോൾ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് മഹിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, പ്രതാപനും മുത്തശ്ശിയും അമ്മയെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ കുത്തുവാക്ക് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. കാര്യം തിരക്കുമ്പം മോഹിനിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. മോളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ രണ്ടുപേരും കൂടി എന്നെ തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ മോഹിനിയോട് ഇങ്ങനെ ക്രൂരത കാണിച്ച പ്രതാപനോടും മുത്തശ്ശിയോടും തീരാത്ത വിരോധത്തിൽ മഹാലക്ഷ്മി അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, ഇനി അധികം താമസിക്കാതെ ഞാൻ കണ്ണേട്ടനോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയട്ടോ, നിങ്ങളുടെ അഹങ്കാരം തീർക്കാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞ്
നമ്മുടെ പ്രതാപനെയും മുത്തശ്ശിയും വിരട്ടുന്നുണ്ട്. ഈ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മി സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറയുമോ? അതായത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതും 12ാമത്തെ വയസ്സ് മുതൽ വീൽ ചെയറിലാകാൻ കാരണക്കാരനും എൻ്റെ രണ്ടാനച്ഛൻ തന്നെയാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം കണ്ണനോട് തുറന്നു പറയുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.